അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കൈമ റൈസ് 4 ഗ്ലാസ് കൈമ റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കോലം, ഒരു 3 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കറുകപ്പട്ട, ഒരു 3 കറുകപ്പട്ട, ഒരു 7 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂ നട്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 സവാള, അതിൽ കുറച്ച് ഭാഗം കട്ടി കുറച്ച് അരിഞ്ഞ് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ബാക്കി അല്ലാതെ വഴറ്റി ചേർക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ കുറച്ച് നാരങ്ങാനീര്, നെയ്യ്, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണയും, പാം ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ നെയ്യും, ഇത്രയും ഇട്ടിട്ട് നമുക്ക് കാഷ്യൂ നട്ടും മുന്തിരിങ്ങയും സവോളയും വറുത്ത് കോരണം. അപ്പോൾ കാഷ്യൂ നട്ട് ആദ്യമേ നമുക്ക് വറുത്ത് കോരാം. കാഷ്യൂ നട്ട് ഒത്തിരി കരിഞ്ഞു പോകാതെ വറുത്ത് കോരണം കേട്ടോ. കാഷ്യൂ നട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങയും വറുത്ത് കോരുന്നുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാതെ റെഡിയാക്കാം. ഇനി നമുക്ക് സവാള എല്ലാം വേറെ വേറെ കിടക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ ഉപ്പ്. ഇതിന് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ എത്താറാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പായിട്ട് കിടക്കുന്ന നല്ലൊരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം, ഇപ്പം 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളം ഇത് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒരു പാത്രത്തിനകത്തേക്ക് ഒരു 3 സ്പൂൺ നെയ്യ്, 3-4 സ്പൂൺ നെയ്യ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ 3 സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഈ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് സ്പൈസസ് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ സ്പൈസസ് എല്ലാം ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ. അപ്പം നമ്മൾ സവോളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സവാള ഒത്തിരി വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ഒരു പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ്, 4 ഗ്ലാസ് റൈസ് ഉണ്ട്. ഇതൊരു 6 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഈ റൈസ് നമ്മളൊരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ആറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തീ സിമ്മിലാക്കിയിട്ടിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് എപ്പോഴും ഒരിച്ചിരി മുന്നോട്ട് നിൽക്കണം, ആ രീതിയിൽ ചേർക്കണം.
എങ്കിലേ റൈസ് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ. ഈ സമയത്ത് തന്നെ നമ്മൾ നാരങ്ങ നീരും ചേർക്കണം കേട്ടോ. അത് ചേർക്കുന്നത് കാണിച്ചിട്ടില്ല. ഏകദേശം പകുതി സമയമായിട്ടുണ്ട്. ഒരു 7 മിനിറ്റാണ് നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം. 7 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്നു. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. സംഭവം റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടി പുറമേ ചേർക്കുന്നു. നമ്മളിത് ഒത്തിരി ഇളക്കി ഇതാക്കണ്ട. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ഇത് നല്ല ചൂടോടുകൂടി ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. നമ്മൾ ചെറുതായിട്ട് മുകളിൽ ഈ നെയ്യിട്ടിട്ട് ആക്കി വയ്ക്കുക. മുകളിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് ഇളക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. സവോള നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നു. അതെല്ലാം നല്ല ക്രിസ്പായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ പഞ്ചസാര ചേർത്ത് വറക്കുന്ന കാരണമാണ് അത് അങ്ങനെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുന്തിരിങ്ങയും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലാട്ടോ, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നെയ്ച്ചോറിൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിളമ്പാവുള്ളൂ കേട്ടോ. അരമണിക്കൂർ ഇത് മൂടി വയ്ക്കാം. ഇനി അത് നമ്മൾ വിളമ്പുന്ന രീതിയാണ് കാണിക്കുന്നത്. നമ്മളൊരു സൈഡിൽ നിന്ന് താത്തി എടുത്തിട്ട് മറ്റേ മുകളിലത്തെ ഇതും കൂടെ മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുന്നു. നമ്മൾ ബാക്കി ചിക്കൻ കറിയും സൺഗ്ലാസും എല്ലാം കൂട്ടി നമുക്കിത് ചിക്കനോ ബീഫോ എല്ലാം കൂട്ടി നമുക്കിത് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.